അപ്പം എല്ലാവരും നാളെ ഒഡീസി കാണാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും എന്നറിയാം. ഞാനും എടുത്തിട്ടുണ്ട് IMAX ടിക്കറ്റ്, ഒന്നും നോക്കിയില്ല. ആസ് നോളജ് ഇൻറ്റൻറ്റഡ് ഏർലി റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. വൺ പോസിറ്റീവാണ്, എല്ലാവരും പൊക്കി അടിക്കുകയാണ്. ഞാൻ ഈ സിനിമ ഇറങ്ങണ മുന്നേ കുറ്റം പറഞ്ഞവന്മാരുടെ എല്ലാ പോസ്റ്റും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവന്മാർക്ക് ഞാൻ സിനിമ കഴിഞ്ഞ് വന്നിട്ട് അതിനുള്ള 4 പറയുന്നുണ്ട് എല്ലാവന്മാർക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒഡീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഡീസിയസിൻ്റെ ജേണി ടു ഹോമാണ്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ബാക്ക് സ്റ്റോറി പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഗ്രീക്ക് മിത്തോളജി, ഹോമറിൻ്റെ സംഭവമൊക്കെ വായിക്കണം. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, എക്സ്പ്ലനേഷൻ വീഡിയോസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ഒരു ചെറിയൊരു 3 മിനിറ്റിനുള്ളിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആക്ച്വലി 2004 ഇറങ്ങിയ ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്ലേ, ജസ്റ്റ് അത് കണ്ടാൽ മതി. അതിലുണ്ട് ആക്ച്വലി എല്ലാം. ഈ ഒഡീസി തുടങ്ങുന്ന വരെയുള്ള എല്ലാ കോണ്ടെക്സ്റ്റും എവിടെയുണ്ട്? ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലുണ്ട്. ഈ ട്രോയ് സിനിമയും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്. അതായത് ഞാൻ ഈ ട്രോയൊക്കെ കണ്ടിട്ട് ഏതാ സിനിമ, ഈ ഒരു ഗ്ലാഡിയേറ്റർ ലെവലിൽ ഭയങ്കര അവാർഡൊക്കെ കിട്ടിയ സിനിമയായിരിക്കും, ഭയങ്കര എല്ലാവരും ഇഷ്ടമുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പണ്ട് നോക്കുമ്പോണ്ടല്ലോ, അതായത് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഹെയ്റ്റഡ് മൂവീസ് എവർ. റേറ്റിംഗ്സ് ഒക്കെ നോക്കണം, 53% ഉള്ളൂ റോട്ടൻ ടൊമാറ്റോസിൽ. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഈ സിനിമ ഇഷ്ടമല്ല. ബ്രാഡ് പിറ്റ് അഭിനയിച്ച്, ബ്രാഡ് പിറ്റിന് വരെ നിങ്ങൾ ഇതിൻ്റെ ബ്രാഡ് പിറ്റിൻ്റെ ആക്ടിങ് വളരെ ഫേക്കായിട്ട് തോന്നുന്നു. ഇയാൾ പൈസ ഒന്നും തരാത്ത പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാർണർ ബ്രോസ് ബ്രാഡ് പിറ്റിനെ ഏതൊരു കോൺട്രാക്റ്റ് പുള്ളിക്കാരൻ ചെയ്യാത്തതുകൊണ്ട് നിർബന്ധിച്ച് അഭിനയിപ്പിച്ച ഒരു ക്യാരക്ടറാണ് അക്കീലീസ് എന്ന് പറഞ്ഞിട്ട് ഈ ട്രോയ് സിനിമയിലെ. അങ്ങനെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചതുകൊണ്ട് പുള്ളി ഒരു വേണ്ടിക്ക് അങ്ങനെ ഒരു ആക്ടിങ് ഒക്കെയാണ് ഇതിൽ ചെയ്തിരിക്കണമെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. നമുക്കും ചില സ്ഥലത്തൊക്കെ അത് കാണാനും പറ്റും. പക്ഷെ എന്നാലും ഭയങ്കര ഒരു രസമുള്ള സിനിമയാണ്. ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭയങ്കര മാസ് എലിവേഷൻ സീൻസ് കുറേ ഉണ്ട്. അതുപോലെ നായകനെ തട്ടിക്കൊണ്ടു പോകുന്ന വില്ലൻ, പിന്നെ നായകൻ വന്നിട്ട് പ്രതികാരം ചെയ്യാൻ വരിക, രാജാവ് പ്രതികാരം ചെയ്യുക, അങ്ങനത്തെ കുറേ ഈ ഇന്ത്യൻ മിത്തോളജിയും എല്ലാ മിത്തോളജിയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര കണക്റ്റ് ആവും. അതുകൊണ്ടാണോ എനിക്ക് കണക്റ്റായെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷേ നോക്കുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള സിനിമ, എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു സിനിമ ആയിട്ടാണ് നമ്മൾ നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുക.